ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 100 കിലോ വാട്ട് ലിഥിയം ബാറ്ററി ബാക്കപ്പ് സപ്പോർട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ മിക്കവാറുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാലും സോളാർ പാനൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 44 കിലോ വാട്ടാണ് ആദ്യത്തെ ഒരു സെക്ഷനിലുണ്ടായിരുന്നത്. പിന്നെ അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരു 14 കിലോ വാട്ട് ഇവിടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 58 കിലോ വാട്ടാണ് സോളാർ പാനൽ കപ്പാസിറ്റി. 100 കിലോ വാട്ട് ലിഥിയം ബാറ്ററി കപ്പാസിറ്റി. അതുകൂടാതെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി 48 കിലോ വാട്ടാണ്. അത് 3 ഇൻവെർട്ടറുകൾ പാരൽ ചെയ്തിട്ടും അടുത്തൊരു ഇൻവെർട്ടർ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. 36 കിലോ വാട്ടിൻ്റെ ആ ഒരു സിസ്റ്റങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 44 കിലോ വാട്ടിൻ്റെ പാനൽസാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ആപ്പിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാം. ആ 36 കിലോ വാട്ടിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ 44 കിലോ വാട്ടാണ് പാനൽ കപ്പാസിറ്റി എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 26 കിലോ വാട്ടാണ്. അതിൽ 24 കിലോ വാട്ട് ലോഡിലേക്ക് പോകുന്നുണ്ട്, ബാക്കി കുറച്ച് ബാറ്ററിയിലേക്കും പോകുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റി അറിയാൻ പറ്റും. പിന്നെ താഴേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി പ്രൊഡക്ഷൻ, അതായത് 201 യൂണിറ്റ് ആണ് ഇവിടെ ഇപ്പോൾ പ്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഈ 44 കിലോ വാട്ട് സോളാർ പാനലും 36 കിലോ വാട്ടാണ് ഇൻവെർട്ടർ. അത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം പ്രൊഡക്ഷനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത്. ആദ്യം കുറച്ച് പ്രൊഡക്ഷൻ ഒരു 175 വരെയൊക്കെ വന്നിട്ടുള്ളൂ. നമുക്ക് ബാറ്ററി ബാക്കപ്പിലൊന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്കിപ്പോൾ 201 യൂണിറ്റ് വരെയാണ് ഇതിൽ ഇപ്പോൾ മാക്സിമം കിട്ടുന്നത്. പിന്നെ ഈ പാനൽസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 36 കിലോ വാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിയോണിക്സിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 5.1 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് നമ്മളിപ്പോൾ 16 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ. പിന്നെ ബാക്കി 4 എണ്ണം മറ്റേ 12 കിലോ വാട്ടിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 3 ഇൻവെർട്ടറുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ഇൻവെർട്ടർ. ഈ മാസ്റ്റർ ഇൻവെർട്ടറിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നടുക്ക് M01 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാസ്റ്റർ ആണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1 കിലോ വാട്ട് അടുപ്പിച്ചാണ് ബാറ്ററിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ലിയോണിക്സിൻ്റെ സ്റ്റാക്കബിൾ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പറ്റുന്നത്. മാക്സിമം 4 യൂണിറ്റ് വരെയാണ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. പിന്നെ പാരൽ ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ റെഡ് വരുന്നത് പോസിറ്റീവും ബ്ലാക്ക് വരുന്നത് നെഗറ്റീവും, അതിൻ്റെ പാരൽ ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസ്. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്കി സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതിൽ ഓൺ ആണെന്നുള്ള സ്റ്റാറ്റസും പിന്നെ ഈ ഡിപ്പ് സ്വിച്ച് വഴി നമുക്ക് ഐഡിയ അസൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻസ് താഴെയുണ്ട്. പിന്നെ RS485 ക്യാൻ കമ്മ്യൂണിക്കേഷനും അത് മാസ്റ്റർ BMC എന്നായിരിക്കും എടുക്കുന്നത്. ഇത് പാരൽ ചെയ്തിരിക്കുന്ന കണക്ഷൻസ് ആയതുകൊണ്ട് പാരൽ കണക്ഷൻസ് മാത്രമേ ഈ ബാറ്ററിയിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടച്ച് സ്ക്രീനും അത് കൂടാതെ ബാക്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഓഫ് ചെയ്യാനായിട്ടൊരു ബ്രേക്കറും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ടച്ച് സ്ക്രീനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈഡിലത്തെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അല്ലാതെ വേറെ അഡീഷണൽ പാരാമീറ്റേഴ്സ് ഒന്നും അതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ അതിലിനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ എത്ര വാട്ട്സ് വരെ ഇപ്പം കറണ്ട്ലി ലോഡ് എടുത്തിട്ടുണ്ടെന്നതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയം ബാറ്ററി കമ്മ്യൂണിക്കേഷൻ സ്റ്റാറ്റസ് വഴി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇൻവെർട്ടറിൽ കിട്ടും. ഇപ്പോൾ SOC അത് കാണിക്കുന്ന 47 എന്ന് പറയുന്നത് ഈ 16 ബാറ്ററിയുടെയും കൂടെ ഒരു ആവറേജ് ആണ് ആ 47 കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ബാറ്ററി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ 47 ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. 51 ആണ് കാണിക്കുന്നത്, 51 വോൾട്ടാണ് കാണിക്കുന്നത്. അടുത്ത ബാറ്ററി നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. ഇതിലൊക്കെ കാണിക്കുന്ന പെർസെൻറ്റേജ് ഇപ്പോൾ 61 ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്, ഈ 2 പാക്കിൽ കാണിക്കുന്നത്. പക്ഷേ മറ്റേ പാക്കിൽ നോക്കുമ്പോഴത്തേക്ക് 35 ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂസിനെ എല്ലാം കൂടെ സം ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ആണ് മാസ്റ്റർ BMS ഇൻവെർട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ലോഡ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻവെർട്ടർ മാത്രം ഏകദേശം 2 കിലോ വാട്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഇൻവെർട്ടർ കൂടെ ചേർത്ത് ഏകദേശം 6 കിലോ വാട്ടാണ് ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഈ KCBയുടെ കണക്ഷൻസും ജനറേറ്റർ കണക്ഷൻസും എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ KCB കണക്ഷൻസ് അതിൽ വരും. പിന്നെ ഇത് ചെറിയൊരു DB ആണ്. അതുകൂടാതെ ജനറേറ്ററിൻ്റെ മെയിൻസ് ഇതിലായിരിക്കും. ഇതിൽ നിന്നാണ് ആ ചെറിയ DBയിലേക്ക് കണക്ഷൻ പോകുന്നത്. ഓക്കെ, ഇത് നേരെ ഇൻവെർട്ടറിലേക്കും. ഇതിലിപ്പോൾ ഇൻവെർട്ടറുകളിൽ ഇതാണ് മാസ്റ്റർ ഇൻവെർട്ടറുകൾ. പിന്നെ ബാക്കി 2 എണ്ണം സ്ലേവ് ഇൻവെർട്ടറുകളായിട്ടാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാറ്ററികളിൽ ഈ ടോപ്പിലിരിക്കുന്ന ബാറ്ററിയാണ് മാസ്റ്റർ ബാറ്ററി. അപ്പോൾ ഇതാണ് ഇൻവെർട്ടറിലേക്ക് ക്യാൻ വഴി മാസ്റ്റർ ഇൻവെർട്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. മാസ്റ്റർ ഇൻവെർട്ടറായിരിക്കും ബാക്കി ഇൻഫർമേഷൻസ് സ്ലേവ് ഇൻവെർട്ടറുകൾക്ക് ബാറ്ററി റിലേറ്റഡ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ബാറ്ററിയെ നമുക്ക് ജനറേറ്ററിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് കൂടാതെ ജനറേറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഗ്രിഡ് ചാർജ് ഇവിടെ ഓഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. ജനറേറ്റർ ഇതിൽ നിന്ന് നമുക്ക് സിഗ്നൽ ചെയ്യാൻ പറ്റും. ജനറേറ്റർ ഓൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോ വാട്ട് അടുപ്പിച്ചാണ് ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒരു ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് മറ്റ് സ്ലേവുകളിലും സംഭവിക്കുന്നത്. സ്ലേവുകളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അവരും ഏകദേശം ഒരു 3 കിലോ വാട്ട് അടുപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഏകദേശം ഇതിൽ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിലേക്ക് പോയിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൽ കുറച്ച് ജനറേറ്ററിന് കുറച്ചാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ബാക്കി അത് ലോഡിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതും 3 കിലോ വാട്ട് അടുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മാസ്റ്റർ ഇൻവെർട്ടർ നമുക്ക് നോക്കാം. മാസ്റ്റർ ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാലും സ്റ്റാറ്റസ് ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പോൾ ലോഡിലേക്ക് മാസ്റ്റർ ഇൻവെർട്ടർ ഏകദേശം ഒരു 323 വാട്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്.
പിന്നെ ഇതേ സ്റ്റാറ്റസ് തന്നെ നമുക്ക് മൊബൈൽ ആപ്പിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ഒന്ന് ലോഡും കൂടെ ചെയ്ത് നോക്കാം. ഇപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 കിലോ വാട്ടാണ് ഒരു ഇൻവെർട്ടർ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 12 കിലോ വാട്ടാണ് ബാറ്ററി പാക്കിൻ്റെ ഇപ്പോൾ ഡിസ്ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 കിലോ വാട്ടിൽ ഇപ്പം ബാറ്ററി പാക്ക് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് അടുത്ത ഇൻവെർട്ടറുകളിലും വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഇതിലും അടുത്ത ഇൻവെർട്ടറും ഏകദേശം ഒരു 3.82 വെച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ലോഡും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് മാക്സിമം ഡിസ്ചാർജ് എത്ര വരെ പോകുന്നുണ്ടെന്നുള്ളത് നോക്കാം. ആദ്യത്തെ കേസിൽ ഇപ്പോൾ നമുക്ക് 4 ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ലോഡ് കൂട്ടിയിട്ട് നമുക്ക് 7 കിലോ വാട്ട് വരെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതായത് ടോട്ടൽ 21 കിലോ വാട്ട് ബാറ്ററി ബാങ്കിൽ നിന്ന് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരു ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതേ ഇൻറ്റു 3 ആയിരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ബാറ്ററി ബാങ്കിൽ നിന്ന് എടുക്കുന്ന വാല്യൂ. അപ്പോൾ ഇത് 16 ബാറ്ററികളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് വലിയ പ്രശ്നം വരേണ്ട കാര്യമില്ല. ഇപ്പം ബാറ്ററി ബാങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലിഥിയം ബാറ്ററി കമ്മ്യൂണിക്കേഷൻ വഴി വരുമ്പോൾ സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം എന്താ ഇപ്പോൾ 7 കിലോ വാട്ട് അടുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, 6.4 ഏകദേശം 7 കിലോ വാട്ട് വരെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. 7 കിലോ വാട്ട് വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് 21 കിലോ വാട്ടാണ് ടോട്ടൽ ലോഡിലേക്ക് വരുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ നമുക്ക് റിക്വയർമെൻറ്റ് അത്രയും വരെ വരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കപ്പിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 10-11 കിലോ വാട്ടിൽ താഴെ മതിയാവും. കാര്യം മെയിൻലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന 12 കിലോ വാട്ട് സിസ്റ്റത്തിനെ നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി മുമ്പ് ഇവിടെ വെച്ചിരുന്ന ആ 20 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അതായത് 5.1 കിലോ വാട്ടിൻ്റെ സ്റ്റാക്കബിൾ ആണ് മുമ്പ് ഇവിടെ വെച്ചിരുന്നത്. ആ പാക്കിനെ ഇതിലെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ആ പഴയ മോഡലാണെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചത് ആണ് അതിൻ്റെ പുതിയ മോഡൽ ടച്ച് സ്ക്രീൻ വരുന്നത്. ഇതാണ് പുതിയ മോഡൽ ഡൈയുടെ 12 കിലോ വാട്ട് 3 ഫേസ് ഇൻവെർട്ടർ. മറ്റ് ഇൻവെർട്ടറും ഇതും തമ്മിൽ കാണാൻ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഈ അപ്പിയറൻസിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി സ്ക്രീൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് കണക്ടേഴ്സിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 53.7 അതായത് ഏകദേശം 54 യൂണിറ്റ് ആണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ആക്ച്വലി 14 കിലോ വാട്ട് മാത്രമേ ഇതിൻ്റെ സോളാർ പാനൽ കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സ്പേസിൻ്റെ ലിമിറ്റേഷൻ കാരണം 14 കിലോ വാട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ACDB കാണാൻ പറ്റും, പിന്നെ ഇൻവെർട്ടറും പിന്നെ DCDBകളും കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ താഴെ ബാറ്ററിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാറ്ററി പാക്കിന് ഒരു സേഫ്റ്റിക്കും ഒരു ANL ഫ്യൂസ് കൂടെ കൊടുത്തിട്ടുണ്ട്.